ഇതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കുറച്ച് മുതിര എടുത്തിട്ടുണ്ട്. ഇതൊരു 250 ഗ്രാം മുതിരയുണ്ട്. ഇത് അതുപോലെ തന്നെ മൂത്ര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും ഹൃദ്രോഗമുള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു പയറുവർഗ്ഗത്തിൽ പെട്ടതാണ് നമ്മുടെ മുതിര. അതുപോലെ തന്നെ നമ്മൾ മുതിര കഴിക്കുമ്പം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് ട്രബിൾ ഉണ്ടാവും. അത് ഉണ്ടാവാണ്ടിരിക്കാനാണ് നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ മുതിര വറുത്തിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമ്മൾ കറി വെച്ച് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ മുതിര കൊണ്ട് ഇന്ന് തോരനാണ് വെക്കാൻ പോകുന്നത്. തോരൻ വയ്ക്കാനായിട്ട് നമുക്ക് ഈ മുതിരയൊന്ന് വറുത്തെടുക്കാം. വറുത്തിട്ട് കറി വെച്ചൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മൾ അരി വറുക്കുന്ന പോലെ അത്രയ്ക്ക് അങ്ങോട്ട് പൊട്ടൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ ഒന്ന് പൊട്ടും. ഇപ്പം നല്ല മണം വരുന്നു. മുതിര വെന്ത് കഴിയുമ്പോൾ നല്ല മണം വരും കേട്ടോ നമ്മൾ വറുക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മൾ എടുത്താൽ മതി. അധികം കരിഞ്ഞ് പോകണ്ട. കരിഞ്ഞ് പോയാൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരളവിൽ നമുക്ക് എടുത്താൽ മതി. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് വറുത്തിട്ട് തലേ ദിവസം വറുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ നന്നായിട്ട് കുതിർന്ന് കിടക്കും. ആ വെള്ളത്തോടു കൂടി നമുക്ക് കറി വയ്ക്കാൻ എടുക്കാവുന്നതാണ്. അതല്ല നമ്മളപ്പം തന്നെ വറുത്തിട്ട് നമുക്കപ്പം തന്നെ കുക്കറിലൊന്ന് അടിച്ചെടുത്താൽ മതി. നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഇത് ചില ആൾക്കാരൊന്നും കഴുകില്ല കേട്ടോ, വറുത്ത് കഴിഞ്ഞാൽ കഴുകില്ല. ഇതിപ്പോൾ ഞാനിത് ഒന്ന് അരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്, ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടേ. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്, പക്ഷേ അതിൽ കല്ലൊന്നും ഉണ്ടായില്ല കേട്ടോ. നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഒരുവിധം വെന്തതാണ് നമ്മുടെ മുതിര. ഇനി നന്നായി നമുക്കൊന്നും കൂടി അടിച്ചെടുക്കാം. കുറച്ച് തേങ്ങയാണ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്ക് തോരനിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, 2 ചെറിയ പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, 1 നുള്ള് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. പൊടിയാണ് കേട്ടോ. ലേശം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ചതച്ചിട്ട് കൊണ്ടുവരാം. നമ്മളൊന്ന് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം, കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം, കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം, ഒരു 3 ചെറിയ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചതച്ച മുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മുതിര ചേർത്ത് കൊടുക്കാം. മുതിര നന്നായിട്ട് വെന്തുണ്ട് കേട്ടോ. അവിടെ ഉണ്ടോ, ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണ്, നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. തീരെ ഉപ്പില്ല, കുറച്ച് ഉപ്പല്ലേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മുതിരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് തണുപ്പ് സമയത്തൊക്കെ നമ്മൾ ഇനിയിപ്പോൾ മഴ ആവാറായിട്ടില്ലേ, മഴയത്തൊക്കെ നമുക്ക് ഇത് തോരൻ വെച്ച് കഴിക്കാൻ നല്ലതാണ്. നല്ല ചാറ് കറി വേണമെങ്കിൽ ചാറ് കറി വയ്ക്കുക. എന്ത് വേണമെങ്കിലും നമുക്ക് മുതിര കൊണ്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെ അറിയിക്കുക. ഒന്നും മറന്നു പോകരുത്.
അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.